ഹായ് നമസ്തേ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങള് കേരളത്തിലെ കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ കൊൽക്കത്തയ്ക്ക് പോകും. കാരണം ഇവിടെ ഇനിയിപ്പോൾ മന്ത്രിസഭ ഇരിക്കാൻ സമയം എടുക്കും. മുഖ്യമന്ത്രിക്ക് സെൽഫി വേണ്ടിയിട്ടുള്ള ആ ഒരു മത്സരമല്ലേ ഇവിടെ നടക്കുന്നത്. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആകുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ കൊൽക്കത്തയ്ക്ക് പോയിട്ട് മറ്റന്നാൾ 9-ാം തീയതി ബംഗാളിലെ ചീഫ് മിനിസ്റ്റർ എന്നുള്ള ആളിനെ അവിടെ അവരോധിച്ച് അത് കണ്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ അതുവരേക്കും വെയിറ്റ് ചെയ്യുക. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അല്ലേ? അപ്പോൾ ശരി. അപ്പോൾ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് 3 മണി സമയത്തുള്ള ഇൻഡിഗോ ഫ്ലൈറ്റായിരുന്നു. അത് ചെന്നൈ വഴി കൊൽക്കട്ടയ്ക്ക് ചെല്ലുന്ന ഫ്ലൈറ്റായിരുന്നു. എന്തായാലും കൃത്യസമയത്ത് തന്നെ ഫ്ലൈറ്റ് ചെന്നൈ വഴി കൊൽക്കട്ടയിൽ എത്തിച്ചേർന്നു. കൽക്കട്ടയുടെ നഗരത്തിൻ്റെ രാത്രി ദൃശ്യങ്ങളും അതിലേക്ക് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഫ്ലൈറ്റ് ഇൻഡിഗോ ഫ്ലൈറ്റ്. അത് മാറ്റത്തിൻ്റെ കൽക്കട്ട കാണാം നമുക്ക്. ലൈറ്റുകളിട്ട കൽക്കട്ട ആദ്യമായിട്ടാണ് രാത്രി വന്നിറങ്ങുന്നത്. ഹായ്, അപ്പം ഞങ്ങൾ കൽക്കട്ടയിലെത്തി. ഇവിടെ വന്നപ്പം ഇവിടെ വന്ന് ചായയൊക്കെ കുടിച്ചു, ഫ്രഷായി. രാത്രി 10 മണിയോടുകൂടി രാത്രിയായി. എയർപോർട്ടിൽ ലാൻഡ് ചെയ്തപ്പോൾ അവിടെ മഴയുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കാണിക്കാൻ കൊടുത്ത ഭാഗങ്ങളൊക്കെ ബസ് ഞങ്ങളിങ്ങെത്തി. പഴയ ദീദിയുടെ നാട്ടിൽ, മമതാ ബാനർജിയുടെ നാട്ടിൽ ഞങ്ങളിവിടെ എത്തിയപ്പോൾ ടി വിയിൽ കണ്ട ഏറ്റവും ന്യൂസ് ബ്രേക്കിംഗ് ന്യൂസാണ്. എക്സ്ക്ലൂസീവ്ലി റിപ്പബ്ലിക് ടി വി കൊടുത്ത ന്യൂസാണ് ഈ കാണുന്നത്. അപ്പോൾ മമതാ ബാനർജിയെ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. അവരവിടുന്ന് മാറില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അവരെ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു എന്ന്. ഇനി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നമ്മുടെ BJP സർക്കാരിൻ്റെ ക്യാബിനറ്റ് രൂപീകരിച്ച് സത്യപ്രതിജ്ഞ നടക്കുക എന്നാണ് അറിയുന്നത്. അമിത്ഷാ എത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. മോദിജിയും കൂടി എത്തുമെന്നാണ് അറിയുന്നത്. ഞങ്ങളും അവിടെ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളെ അതിൻ്റെ എല്ലാ വീഡിയോയും കാണിക്കാം. Notification that has been issued by the Lok Bhavan in West Bengal. That's the latest now coming in with regards to the situation in West Bengal. This comes days after Mamata Banerjee, who had done a press conference stating that she hasn't lost the election. It is a mandate that was stolen, and she said that she's not going to resign. In fact, even till date, Mamata Banerjee hasn't gone to Lok Bhavan tendering her resignation. This was at a time when she, along with her nephew Abhishek Banerjee, had continued to be defiant on this entire issue, stating that she is unwilling. ഇനി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നമ്മുടെ BJP സർക്കാരിൻ്റെ ക്യാബിനറ്റ് രൂപീകരിച്ച് സത്യപ്രതിജ്ഞ നടക്കുക എന്നാണ് അറിയുന്നത്. അമിത്ഷാ എത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. മോദിജിയും കൂടി എത്തുമെന്നാണ് അറിയുന്നത്. ഞങ്ങളും അവിടെ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളെ അതിൻ്റെ എല്ലാ വീഡിയോയും കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്. മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ.